ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കബാബാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? എല്ലാവരും വായോ വീഡിയോയിലേക്ക്. അപ്പൊ നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത് കേട്ടോ. ബീഫ് നമ്മളിങ്ങനെ കഷ്ണമായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. പിന്നെ അതിനെടുത്തേക്കുന്നത് ഒരു 3 സവാള അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇടിച്ച മുളക്, മല്ലിച്ചപ്പ്, പുതിന, കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കടലമാവ്, പിന്നെ പച്ച കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. ഇത് പച്ച കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വേണമെങ്കിൽ നമുക്ക് ശകല ഓയിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കാനായിട്ടുള്ള ഓയിൽ. ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പാകപ്പെടുത്തുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കബാബ് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, ചെറിയ ജാറ്. അതിലേക്ക് ഈ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ള് ഒരുമിച്ച് ഇപ്പോൾ ഇടാൻ പറ്റൂല, നമുക്ക് കുറേശ്ശെ ഇടാം. ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ ബീഫ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് ഞാൻ ഓടി വരാം. അങ്ങനെ നമ്മുടെ ബീഫ് നമ്മൾ അരച്ചെടുത്തു. ഇങ്ങനെ എല്ലാം ഒന്ന് ഇതായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ സവാള അരച്ചെടുക്കാം നമുക്ക്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇറച്ചി അരച്ചെടുത്തു. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് അത്രയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സവാള അരച്ചത് ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെള്ളം കണ്ടല്ലോ, സവാളയുടെ വെള്ളം ഒന്ന് പോകണം. നമ്മൾ അരച്ച് കഴിഞ്ഞപ്പോൾ അതിന് നല്ല വെള്ളമായി. ഇങ്ങനെ നമ്മൾ സവാളയുടെ വെള്ളം കണ്ടോ, ഇത്രയും വെള്ളം കിട്ടി അരച്ചെടുത്തപ്പോൾ കേട്ടോ. അതും കൂടെ ആയാൽ ഭയങ്കര വെള്ളമായിപ്പോൾ അതുകൊണ്ട് ഞാനത് പിഴിഞ്ഞെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ ഇടിച്ച മുളക്, കുരുമുളക്, പച്ചക്കുരുമുളകാണ് കേട്ടോ. പച്ചക്കുരുമുളകിൻ്റെ പൊടി ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത് പച്ചക്കുരുമുളക് ചതച്ചെടുത്തതാണ്, അതിൻ്റെ പൊടിയാണ്. അത് നമ്മൾ ഇച്ചിരി ഇട്ടു, നല്ല എരിവിരിക്കട്ടെ. ഇതിന് 1 സ്പൂണിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കടലമാവ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 3 സ്പൂണ് കടലമാവ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുഴയ്ക്കാം. ഇച്ചിരി ഗരം മസാലപ്പൊടി വേണം, ഞാൻ എടുത്തില്ല, മറന്നു. എടുത്തിട്ട് വരട്ടെ, ഓടി വരാം, ഇപ്പോൾ വരാമേ. നമുക്കതാ ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കതെല്ലാം കൂടെ നല്ലപോലെ നേടി കൊടുക്കാം. മോളെ അറിയുണ്ടോ നേടി? പിഴിഞ്ഞൊഴിച്ചേ. നമുക്ക് നാരങ്ങയോടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. കുറച്ച് കേട്ടോ, ഒരുപാട് വേണ്ട, കുറച്ച്. അപ്പൊ നമുക്കതാ നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കബാബ് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ കുഴയുടെ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പം പൊരിച്ച് തിന്നാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ റെഡി. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണേ. നമുക്കിനി നമ്മുടെ കമ്പിയിലോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കനലൊക്കെ ഇങ്ങനെ പുറകിൽ നല്ല റെഡിയായി വരുന്നുണ്ട്. നമ്മൾ തീയൊക്കെ ഇട്ട് കനലിലെല്ലാം തീയൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് കമ്പിയിലാക്കാത്ത താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പിയിലേക്ക് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 കമ്പി നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
അടുത്ത കമ്പിയിൽ നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കനലിനകത്തിരുന്ന് ഇങ്ങനെ കബാബ് മൊരിഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കമ്പിയിലും കൂടെ ആക്കി കൊടുക്കാം. ഒട്ടും നമുക്ക് കനൽ കളയണ്ട, നല്ല ചൂടും നല്ല കനലും ഉണ്ട്. നല്ല സ്വാദിഷ്ടമായ കബാബ് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മളെ കബാബ് ഇങ്ങനെ മൊരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ അതെ, കമ്പിയിൽ എല്ലാവരും എണ്ണ തേക്കണം. ഞാൻ തേച്ചിരുന്നു, പക്ഷെ ഇച്ചിരി കുറഞ്ഞു പോയി, അതുകൊണ്ട് ഇളകി വരാൻ ഇച്ചിരി പാട് വരുന്നുണ്ട്. എന്നാലും എല്ലാം മുരിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ശകല എണ്ണ ഇങ്ങനെ ചെറുതായിട്ട് തൂത്ത് കൊടുക്കാം. നമ്മുടെ കബാബ് ഇങ്ങനെ മൂത്തുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ കമ്പിയിൽ വെച്ചിട്ട് തിരിച്ചെടുത്ത് ഇതിലേക്ക് വെച്ചതാണ് കേട്ടോ, ഈ ഗ്രില്ലേല്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കബാബ് കണ്ടല്ലോ, ഇച്ചിരി ചൂടുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇത് കൂട്ടി പിടിക്കാം. നമ്മുടെ കബാബ് റെഡിയായി ഉണ്ടോ. നമ്മളിങ്ങനെ കബാബ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. കുറച്ച് റെഡിയായി എടുത്തിട്ടുണ്ട്. കമ്പിക്ക് ഇച്ചിരി ചൂടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് കൂട്ടിയെടുത്തത്. അപ്പൊ ടേസ്റ്റ് ചെയ്യുമ്പോ ആരൊക്കെയാ വരുന്നേ? വാ വാ വാ, എല്ലാവരും ടേസ്റ്റ് ചെയ്തേ. നോക്കിക്കേ, ഇവിടെ വാടാ. ആ, എങ്ങനുണ്ട്? സൂപ്പറാണോ? നമ്മുടെ അടിപൊളി കബാബ് ശരിയായിട്ടുണ്ട്. നമ്മൾ ഇവിടെ എല്ലാ ടേസ്റ്റ് നോപ്പും കഴിപ്പും ഒക്കെ കഴിഞ്ഞു. ഒരു മണിക്കൂർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.